അയച്ചു കൊടുത്താൽ നൈസിന് എന്നെ അങ്ങ് ഓമ്പിച്ച്. അപ്പം നിങ്ങൾ നാറാൻ പോകുന്ന ഒരു നാറിൽ ആ 2000-3000 പേരും കൊണ്ട് എനിക്ക് കിട്ടിയ സപ്പോർട്ട് കാരണമാണ് ആ ഫണ്ട് തിരിച്ച് കിട്ടിയത് തന്നെ. അപ്പം കൂടുതൽ പറഞ്ഞ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇനി ചെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആ വീഡിയോ ഞാൻ ഇപ്പം അർച്ചീവ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാണാത്തവർക്ക് ഒരു ഇത് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒരു ഹെഡ് ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീഡിയോ ആ വീഡിയോ പറഞ്ഞായിരുന്നു എനിക്ക് ഹെഡ് താല്പര്യമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും തപ്പി ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു ഹെഡ് സെയിലിന് ഇട്ടേക്കും. അപ്പോൾ ആ ഹെഡ് മേടിക്കാൻ വേണ്ടി ഒരു ഞാൻ ഫണ്ടൊക്കെ അയച്ചു കൊടുത്താൽ നൈസിന് എന്നെ അങ്ങ് ഓമ്പിച്ച്. അപ്പം എനിക്ക് ഹെഡൊന്നും കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലെയിനാണ് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. എന്നെ പറ്റിച്ചതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എല്ലാം വെച്ച് ഞാൻ വീഡിയോ ഇട്ടേ ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് ആ വീഡിയോ എനിക്ക് ഇടേണ്ടി വന്നോളൂ. എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ ഇടേണ്ടി വന്നോളൂ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാണണം. എനിക്ക് ആ ഫണ്ട് ഇപ്പോൾ തിരിച്ചിട്ടത് എൻ്റെ ഒരു ഇത് വെച്ചല്ല എനിക്ക് കിട്ടിയത്. അതെനിക്ക് എന്തായാലും അറിയാം. നിങ്ങളൊരു ഓരോ ആൾക്കാരുടെ സപ്പോർട്ടാണ് എനിക്ക് ആ ഫണ്ട് കിട്ടിയത്. ആ വീഡിയോ അടുപ്പ് ഷെയറായി പോയി അവൻ കാണുകയും അങ്ങനെ അവൻ്റെ ഡീറ്റെയിലും എല്ലാം എനിക്ക് കിട്ടി. എന്ന് വെച്ചാൽ യൂട്യൂബിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു ഗുണമുണ്ടായി. യൂട്യൂബ് കൊണ്ട് ഗുണമുണ്ടായി എനിക്ക്. സാധാരണ എല്ലാവർക്കും അങ്ങോട്ടാണ് ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് അങ്ങോട്ടാണ് ഗുണമാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് തിരിച്ച് യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് ഗുണം വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു രൂപ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുമില്ല. അതുമില്ല. എന്ന് വെച്ചാൽ മോട്ടിവേഷനൊക്കെ എനേബിളായി. പക്ഷേ എനിക്കൊരു വീഡിയോയ്ക്ക് റവന്യൂ ഒന്നും ജനറേറ്റ് ആയി തുടങ്ങിയിട്ട് എനിക്കറിയാമല്ലോ. കൂടിപ്പോൾ എനിക്ക് വ്യൂസ് എല്ലാം കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ അങ്ങനെ വ്യൂസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ എൻ്റെ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. മാക്സിമം സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ കണക്ക് ഞാനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്, അല്ല വേറെ വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ വിഷയത്തിലേക്ക് വിടാം. അപ്പം വീഡിയോ ഇട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡായി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. ഇങ്ങോട്ടാണ് ഞാൻ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ എനിക്കറിയാമല്ലോ, ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ. അപ്പം അവൻ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ബ്രോ വീഡിയോ ഡിലീറ്റ് ആക്കുക, ഫണ്ട് എല്ലാവർക്കും തിരിച്ചു കൊടുക്കാം എന്ന് അവൻ പറഞ്ഞു. വെച്ചാൽ അവൻ ചെയ്ത കുറ്റം അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവനൊരു വിചാരം ഉണ്ടായെന്ന് വെച്ചാൽ തൂക്കത്തില്ല, പിടിക്കപ്പെടത്തില്ല എന്ന് വെച്ചാൽ അവൻ്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അവൻ അങ്ങനെ ചെയ്തു. ആർക്കാണെങ്കിലും പറ്റും. അപ്പം പറ്റി ആ തെറ്റ് തിരിച്ച് വരുന്നവർക്ക് നമ്മൾ സഹായിക്കണം. അതുകൊണ്ട് ഞാൻ വീഡിയോ അർച്ചീവ് ആക്കി. അതെന്തായാലും എൻ്റെ ഫണ്ടെല്ലാം തിരിച്ചിട്ട് തന്നിട്ടുണ്ടോ. അപ്പം ഇനി ആരെയും പറ്റിക്കത്തില്ലെന്ന് നമുക്ക് അവൻ എന്തായാലും ഇനി ആരെയും പറ്റിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇത് കണക്ക് പറ്റിക്കാൻ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് നോക്കും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാറാൻ പോകുന്ന ഒരു നാറിൽ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കാം. എന്നിട്ട് ആരെയൊക്കെ പറ്റിക്കട്ടോ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ കാശല്ലാതെ വേറെ ആൾക്കാർ അല്ലാതെ 1 രൂപ വന്നാൽ 2 രൂപയായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. വെച്ചാൽ രൂപം പറഞ്ഞു 1 രൂപ ഒരു 10 രൂപ ഒരാളെ തന്നെ നമ്മൾ പറ്റിച്ചെന്ന് വെച്ചോ, അത് നമുക്ക് നേരെ 4 ഇരട്ടി 20 40 ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആരെയും പറ്റിക്കാതിരിക്കുക. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഇതാണ് വെച്ചാൽ അവൻ എനിക്ക് ഫണ്ടൊക്കെ തിരിച്ച് തന്ന് ഞാൻ സ്ക്രീൻഷോട്ട് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഫണ്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഗൂഗിൾ പേയിൽ. ആ ഫുൾ എമൗണ്ട് എനിക്ക് ഇട്ട് തന്ന് സെറ്റിൽ ചെയ്ത് എന്നെ വെച്ചാൽ ഓക്കെ. അവന് മനസ്സിലായി തെറ്റിദ്ധാരണ അവൻ ചെയ്ത കുറ്റം അവന് മനസ്സിലായി. എനിക്ക് ആ ഫണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ആരും ഫേസ്ബുക്കിലൊന്നും കണ്ട് ഇങ്ങനെ മേടിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ജെന്യൂനായിട്ടുള്ളവരുണ്ട്. പക്ഷേ ഫേക്കാണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും മാക്സിമം ഫേസ്ബുക്കിലും കൊണ്ടൊന്നും കണ്ട് മേടിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ജെന്യൂൻ ആണെങ്കിൽ മാത്രം എന്ന് വെച്ചാൽ തിരക്കി അന്വേഷിച്ച് അങ്ങനെ വല്ലതും പ്രൂഫൊക്കെ തരുമായിരിക്കും. പ്രൂഫൊന്നും നോക്കി ആരും ഒരു സാധനം മേടിക്കില്ല. ഫേസ്ബുക്കിൽ നിന്നല്ല ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നും മേടിക്കരുത്. എന്ന് വെച്ചാൽ മുമ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ കൊച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ട് നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കാരണം എനിക്ക് എന്തായാലും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മിടുക്കൊന്നും കൊണ്ടല്ല, നിങ്ങളൊരാൾക്കാരെ സപ്പോർട്ട്. 2000-3000 പേരൊക്കെ എൻ്റെ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ ആ 2000-3000 പേരും കൊണ്ട് എനിക്ക് കിട്ടിയ സപ്പോർട്ട് കാരണമാണ് ആ ഫണ്ട് തിരിച്ച് കിട്ടിയത് തന്നെ. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ ഒരു നൈസായിട്ട് കിട്ടില്ല. എന്ന് വെച്ചാൽ NS യൂസ് എന്ന് വെച്ചാൽ NS കൊണ്ട് നടക്കുന്നവർക്ക് യൂസ്ഫുൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ചോ. ഒരു രക്ഷയില്ലാത്ത മോഡിഫൈ വെച്ചാൽ ഇൻലീഗലാണ് സംഭവം, ഇൻലീഗലാണ്. അപ്പം NS കൊണ്ട് നടക്കുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു കിണ്ണം കാച്ചി വീഡിയോ വരുന്നുണ്ട്. കൂടുതൽ ഞാൻ എന്ത് വീഡിയോ ആണെന്ന് പറഞ്ഞാലും അടിപൊളി ഒരു മോഡിഫിക്കേഷനും എല്ലാവർക്കും യൂസ്ഫുള്ളാണ്. വെച്ചാൽ NS മേടിച്ച് ആദ്യം NS അല്ല ഏതൊരു വണ്ടി മേടിച്ച് ആദ്യം ചെയ്യാൻ നോക്കുന്ന ആ ഒരു പരിപാടിയാണ്. അപ്പം ടെയിൽ കട്ടിങ് അല്ല കേട്ടോ, ടെയിലല്ല, അതിനൊരു മോഡിഫിക്കേഷൻ. അപ്പം ലീഗലാണോ വെച്ചാൽ ഇൻലീഗലാണ്. അപ്പം എല്ലാം പറഞ്ഞാൽ ഓക്കെ ശരിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ. അപ്പോൾ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണാം.